പിണറായി വിജയൻ സർക്കാർ പോയി ആ കാര്യം പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ പലരും തന്നെ അറിഞ്ഞിട്ടില്ല. പകരം വി ഡി സതീശൻ്റെ സർക്കാർ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പലരുടെയും ഭാഷകളിൽ അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളിലൊക്കെ വലിയ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ഇത് പലവട്ടം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്നലെയും അതുപോലെ തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഒരു പ്രോഗ്രാമുണ്ട്, പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതിലും വി ഡി സതീശൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് സ്മൃതി പരുത്തിക്കാട് പറയുന്നത് കേട്ട് എനിക്ക് വലിയ കൗതുകം തോന്നി. ആ കൗതുകം നിങ്ങളുമായിട്ട് പങ്കിടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് സ്മൃതി എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട അവതാരികയാണ്. മോശപ്പെട്ട കമൻറ്റുകളൊന്നും നിങ്ങൾ താഴെ എഴുതരുത് എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ പറയാതെ വയ്യ. ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഒന്ന്, രത്തൻ കേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടന്നത്. അപ്പോൾ ആ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടന്നത് പറയുമ്പോൾ ആ നിയമനങ്ങളെക്കുറിച്ച് മറ്റു പലരുമൊക്കെ തന്നെ വിമർശിക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു അഭംഗിയുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രത്യേകമായി നിങ്ങൾ ആ വാക്കുകൾ കേൾക്കണം. അതിലൊരു അഭംഗിയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വാക്ക്. രണ്ടാമത്തേത് രാഷ്ട്രീയ ശരികേടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ വാക്ക് ഒരു നൈതികത പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള വിമർശനം എങ്ങനെയാണ് നടത്താവുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണിത്. യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെ മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഏതാനും ചില ഭാഗങ്ങൾ കേൾക്കാം. അതിനുശേഷം അരുൺകുമാർ അതിനെ ചോദ്യം ചെയ്യുന്നത് കൂടി നമുക്കൊന്ന് വിശദമായി കേൾക്കാം. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാകും. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളിലെ പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയുന്നത്. അവർ നമ്മൾ എന്തറിയണം, നമ്മളെങ്ങനെ വിചാരിക്കണം എന്നുള്ളത് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് അഭംഗിയാവുന്നതും പിണറായി വിജയനാണെങ്കിൽ ഇത് മഹാവൃത്തികേടായി മാറുന്നതും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇത് എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊന്ന് കേൾക്കാം. രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദമാണ്. ആ വിവാദങ്ങളിൽ കഴമ്പുണ്ടോ എന്നാണ് ചോദ്യം. വിവാദങ്ങളിൽ കഴമ്പുണ്ടോ സ്മൃതി? ഈ നിയമനത്തിൽ ഒരു അഭംഗിയുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ പറഞ്ഞ പോലെ ബംഗാളുമായിട്ട് ഒരു താരതമ്യത്തിലിരിക്കുന്നു. എനിക്ക് അതൊരു ശരിയായ താരതമ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പഴയതിന്റെ പോളിസി, അതിന്റെ നയങ്ങൾ മാറ്റി പുതിയ നയത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ മുൻ സർക്കാരിന്റെ നയങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നയങ്ങളുമായിട്ട് വരികയാണല്ലോ. അപ്പോൾ മുൻ നയങ്ങൾ എടുത്തതിൽ പ്രധാനിയായി നിന്ന ഉദ്യോഗസ്ഥരെ അത് തുടർച്ചയായി തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഭാഗമാക്കുമ്പോൾ അത് ഒരു സംശയത്തിന് ഇടയുണ്ടാക്കുന്നത്. നൈതികത, അതിന്റെ ഒരു നൈതികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയ ശരികളുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. അതിൽ രാഹുൽ ഗാന്ധി മെയ് 12 ട്വീറ്റ് ചെയ്തതിലാണ് പറയുന്നത് the bigger the theft, the bigger the reward. അപ്പോൾ ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഇത് യഥാർത്ഥത്തിൽ ഈ സംഭവം ഉന്നയിക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നടത്തിയിട്ടുള്ള ഒരു നിയമനത്തിനെതിരെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് വന്നിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൽ മനോജ് അഗർവാൾ ആയിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അദ്ദേഹത്തെ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ സുവേന്ദു അധികാരത്തിലേക്ക് വന്നപ്പോൾ, BJP അധികാരത്തിലേക്ക് വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് കൂടെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ വിമർശനമുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ, അതിന് നേതൃത്വം കൊടുത്തു എന്ന് വിമർശനമുള്ള IAS ഉദ്യോഗസ്ഥനെ ഉടനെ തന്നെ അവിടെ ചീഫ് സെക്രട്ടറി ആക്കി. ഇവിടെ യഥാർത്ഥത്തിൽ ടെക്നിക്കലി സാങ്കേതികമായി ചീഫ് സെക്രട്ടറിക്ക് താഴെയാണെന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ പോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന രത്തൻ കേൽക്കർക്ക്. രത്തൻ കേൽക്കറെ കുറിച്ചും ഇതുപോലെ SIRുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഉയർത്തിയതാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. കോഴിക്കോടത്തെ ഒരു കേസിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ട് എന്നുള്ളത് മറന്നുപോകരുത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് സ്മൃതി ഇവിടെ പറയുന്നത്. ഏറ്റവും വലിയ കൊള്ളയ്ക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ്, അതായത് അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഏറ്റവും വലിയ കൊള്ള നടത്തി, അതിന് ഏറ്റവും വലിയ പ്രതിഫലം. കാരണം ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയൊരു ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റിലില്ല. ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായി തന്നെ അദ്ദേഹത്തെ നിയമിച്ചു, മനോജ് അഗർവാളിനെ നിയമിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് നടത്തിയത്. ഓഫീസറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമായിരുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമായിരുന്നു. നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ SIRുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ട് ചോരി തന്നെയാണ് നടന്നിട്ടുള്ളത്. അവിടെ വോട്ട് ചോരിയിൽ 90 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയാണ്.
ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. SIR-മായി ബന്ധപ്പെട്ട് കേന്ദ്രം എടുത്ത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ദേശീയ തലത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും SIR-ന്റെ നടപടികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകേണ്ടി വന്ന കേരളത്തിനും അതിൻ്റെതായ പ്രതിബദ്ധതകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 53,229 പേരാണ് നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്ക്. അപ്പോൾ ആ കണക്കുകളിൽ ഇനിയും SIR-ൽ പേര് ചേർക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നമ്മോട് പറഞ്ഞു. ഈ കണക്കിലൊരു തെറ്റുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ബാക്കിയുള്ളത് നമുക്ക് എന്തായാലും കേൾക്കാട്ടോ. അപ്പോൾ അത് ഈ കേൾക്കർ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നൊരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നുമില്ല. കേൾക്കർ യഥാർത്ഥത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിലേക്ക് വരുന്നത് ഇവിടെ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി സർക്കാർ നൽകിയിരിക്കുന്ന 3 പേരുകളിൽ ഒന്ന് ആണ് കേന്ദ്രം പിക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പേരിലേക്ക് കേൾക്കർ എന്ന പേരിലേക്ക് സ്വാഭാവികമായി വരുന്നത്. അങ്ങനെയാണ് ഓഫീസ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഈ ആരോപണങ്ങൾ ഇപ്പോൾ കേൾക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം അത് 2-3 ദിവസത്തിനുള്ളിൽ വരുന്ന പോളിംഗ് ശതമാനം പൂർണ്ണമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. പോസ്റ്റൽ വോട്ടുകൾ 20,000 പോസ്റ്റൽ വോട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു ആരോപണം ഇവിടെ കോൺഗ്രസും CPM-ഉം ഉന്നയിച്ചൊരു വിഷയമാണ്. അത് നടന്നിട്ടില്ല, കോടതിയിൽ തന്നെ എത്തിയ വിഷയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പിന്നെ BJP-യുടെ സീലുമായി ബന്ധപ്പെട്ടും കേൾക്കർക്കെതിരെ ആരോപണം വരുന്നപ്പോൾ അദ്ദേഹം അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് വിശദീകരണം നൽകിയത്. അതിനുശേഷം അവിടെ ഓഫീസിലുള്ള ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പോൾ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ സമയത്തൊന്നും CPM-ന് ഉണ്ടായിരുന്നില്ല SIR-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വോട്ട് ചോരി നടത്തുന്ന ആളാണ് കേൾക്കർ എന്ന ആരോപണം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി നൽകി എന്നിടത്താണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടെ അതായത് സ്മൃതിയുടെ പരാതികൾ നിങ്ങൾ കേൾക്കണം. ഒന്ന്, ഒരു അഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഭംഗിക്കുറവുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു രാഷ്ട്രീയ ശരികേടുണ്ട്, ഒരു ചെറിയ തെറ്റ്, ഒരു ശരികേടുണ്ട്, തെറ്റല്ല ശരികേട്. പിന്നെ മൂന്നാമത്തേത് ഒരു നൈതികതയില്ലായ്മയുണ്ട്. അത്തരത്തിൽ വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി, ഒരു ചെറിയ വടി കൊടുത്തു എന്ന് പറയുന്ന ഒരു ചെറിയ പരാതി. ഇത്രയും പരാതിയെ സ്മൃതി വരുത്തിക്കാണ്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഇനി അരുണിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ കൂടി കേൾക്കാം. അപ്പോൾ ഏതാണ്ട് ക്ലാരിറ്റി വരും. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ആളെ നിർത്താതെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത KM എബ്രഹാമിനെ നിയമിച്ചിരുന്ന പിണറായി സർക്കാരാണ്. മാത്രമല്ല KM എബ്രഹാമിന് ജോലി ചെയ്യാൻ വേണ്ടി മറ്റ് IAS തലപ്പത്തെ ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാൻ വേണ്ടി അവിടെ നിന്നും IAS നിന്ന് പാസ്സായി വന്ന ചെറുപ്പക്കാരായ അതൊക്കെ ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചു സ്മൃതി. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നേക്കണത്. ഇനി ഈ ഗവൺമെന്റിനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു സംഘം ഉദ്യോഗസ്ഥരെ നൽകുന്നു. അങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. അപ്പോൾ അത് വലിയ ഗുരുതരമായ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആരോപണം നേരിട്ട മുൻ സർക്കാരിന്റെ പ്രതിനിധികൾ ഇപ്പോൾ പറയുന്നത് കേൾക്കർ ഇപ്പോൾ BJPക്കും VD സതീശനും ഇടയ്ക്കുള്ള ഒരു ഡീൽ നടത്തുന്ന ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ആരോപണം അത്ര വലിയ ഒരു ദുർബലമായ ആരോപണമാണ്. അത് നിൽക്കുന്ന ഒരു ആരോപണമായി ഞാൻ കാണുന്നത്. പക്ഷേ കേൾക്കറെ ഇപ്പോൾ നിയമിക്കേണ്ടതുണ്ടായിരുന്നു. മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരായ അദ്ദേഹത്തെ സെക്രട്ടറി പോസ്റ്റിൽ മാത്രമേ നിയമിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം അത്രയ്ക്ക് സീനിയോറിറ്റി അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിന് മുൻ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ VS സർക്കാരിന്റെ കാലത്താണ് അദ്ദേഹം ദേവികുളം സബ് കളക്ടർ ആയിരുന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കർണാടകയിലേക്ക് ഡെപ്യൂട്ടേഷൻ പോയിട്ടുണ്ട് 2016-17 കാലഘട്ടത്തിൽ. പിന്നീട് അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ തന്നെയാണ് പിണറായി സർക്കാരിന്റെ 10 വർഷം അദ്ദേഹം ഇരുന്നിട്ടുള്ള GST കമ്മീഷണറായി. 2022-24 രണ്ടാം പിണറായി സർക്കാരിലെ IT സെക്രട്ടറി ആയി. പിന്നെ 2024-25 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. അപ്പോൾ ഇത്രയും പദവികൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥനാണ്. ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിട്ട് വരട്ടെ എന്ന ഉദ്ദേശത്തിലാണോ അദ്ദേഹം അത് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്ന പ്രതികരണത്തെ 2 രൂപത്തിലും വായിക്കാനാവുന്നതാണ്. അപ്പോൾ അത് പ്രതിപക്ഷത്തിന് വായിക്കാവുന്ന രൂപത്തിലേക്ക് KC വേണുഗോപാൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. ഞാൻ ഇതൊന്നുമല്ല കേട്ടോ. ഇതിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചില പോസ്റ്റ് മാറ്റം, ചില പൊസിഷൻ മാറ്റം, ചില ട്രാൻസ്ഫറുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലൊക്കെ തന്നെ ചില കാര്യങ്ങൾ ചില സംശയം ഉണർത്തുന്നതാണ്. അതായത് ഇതിൽ ഘടകകക്ഷികളോട് ആലോചിക്കാതെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടപ്പോൾ അരുൺ K. വിജയന്റെ നിയമനം, അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടർ ആയിരിക്കെ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ അതിശക്തമായി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കലക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്.
അപ്പോൾ അദ്ദേഹത്തെ എവിടെയാണ് നിയമിച്ചിരിക്കുന്നത്? KSITC പോസ്റ്റിലേക്ക്, വളരെ ഹൈ ഫ്ലൈങ് പോസ്റ്റാണ്. അതെ, വ്യവസായ വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനത് പ്രതികരിക്കില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തരമായി നിഷേധിക്കില്ല എന്നല്ല, ആഭ്യന്തരമായി പറയേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിലുള്ള അതൃപ്തി വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമനം, അതായത് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട്, ഘടകകക്ഷികളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പോസ്റ്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടി താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക. ഒരു പ്രധാനപ്പെട്ട സീനിയർ പോസ്റ്റാണ്. അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ആരോപണ വിധേയനായ ഒരു മുൻ ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ, കളക്ടറായിരിക്കെ ആരോപണ വിധേയനായിരിക്കുന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അതിലൊരു ചോദ്യം ഉത്തരമോ സംസാരമോ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ. അടുത്തത് ആനി ജൂല തോമസ്. അദ്ദേഹം KM എബ്രഹാമുമായി ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്. KM എബ്രഹാമിന്റെ അടുത്ത ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഷിബു ബേബി ജോൺ ആകട്ടെ ഈ കിഫ്ബിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച നേതാവാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിലേക്കാണ് ഇപ്പോൾ കളക്ടറായി എത്തിച്ചത്. ഇപ്പോൾ ജില്ലകളിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ്? അത് മന്ത്രിമാർക്ക് അവരുടെ ജില്ലകളിൽ അവരുടെ കളക്ടർമാരുമായിട്ട് നല്ല ബന്ധം വേണം. അങ്ങനെയാണ് അത് അവിടുത്തെ ഒരു ഭരണം നന്നായി പോവുക, അല്ലെ? അത് സാധ്യമാകാത്ത രീതിയിൽ അതിൽ ഷിബു ബേബി ജോണിനും അതൃപ്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ്, ഘടകകക്ഷികളുടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട നിയമനം നടത്തുകയാണ്. ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അതൃപ്തി അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഈ നിയമനവുമായി ബന്ധപ്പെട്ടും അതാണ് നൈതികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും പറയുന്നത് അദ്ദേഹം സുതാര്യമായിരിക്കും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മാധ്യമങ്ങളോട് വ്യക്തമായി പറയുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ നിയമനത്തിലും അദ്ദേഹം ഒരു വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ ജനം മുറവിളി കൂട്ടി വന്ന മുഖ്യമന്ത്രിയാണ്. ജനം മുറവിളി കുട്ടിയാണ് ഈ ഒരു മുഖ്യമന്ത്രി വേണമെന്ന്. അങ്ങനെ വന്ന മുഖ്യമന്ത്രിക്ക് ജനത്തോട് പ്രതിബദ്ധതയുണ്ട്. അദ്ദേഹം ഇതിൽ വളരെ ബുദ്ധിപരമായി സ്മൃതി ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അഭംഗിയുണ്ട്, രാഷ്ട്രീയ ശരിക്കേടുണ്ട്, നൈതികതയുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ് എന്നുള്ളത് വരുത്തി തീർത്തതിന് ശേഷം വളരെ ഭംഗിയായി അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊരു തന്ത്രം കൂടി നിങ്ങൾ കാണണം. കാരണം അത് ഘടകകക്ഷികളുടെ ഇടയിലുള്ള മന്ത്രിമാരുമായി ആലോചിക്കാത്തൊരു പ്രശ്നം മാത്രമാണ് എന്നുള്ള ലെവലിലേക്ക് സ്മൃതി കൊണ്ടുവന്നെത്തിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, അരുൺ കെ വിജയൻ എന്ന് പറയുന്ന കണ്ണൂരിരുന്ന കളക്ടർ ആ PP ദിവ്യക്ക് വിവരങ്ങൾ കൈമാറിയെന്നും ഈ പറയുന്ന അവിടെ നടന്നിട്ടുള്ള ഒരു ADM ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം അവർക്കൊപ്പം നിന്നു, ഭരണകൂടത്തിനൊപ്പം നിന്നു എന്നൊക്കെ UDF ഒന്നടങ്കം നടത്തിയ വിമർശനങ്ങളെയൊക്കെ തന്നെ വിട്ടുകളയുകയും അത് ഘടകകക്ഷികളുടെ മന്ത്രിമാരുമായി ആലോചിച്ചില്ല, അതുകൊണ്ട് PK കുഞ്ഞാലിക്കും ബാക്കിയുള്ളവർക്കും അസംതൃപ്തിയുണ്ട്, അതിൽ മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് പറയുന്ന ഘടകകക്ഷികളുടെ ഇടക്കുള്ള ഒരു പ്രശ്നം മാത്രമാക്കി അതിനെ അവതരിപ്പിക്കുന്നതിലേക്കുള്ള ബുദ്ധി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാതിരിക്കരുത്. എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ മുൻ സർക്കാരിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ അധികം വിശദീകരണം നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റൊരു ആരോപണം ഉദ്യോഗസ്ഥ ഭരണമാണ് എന്നുള്ളതായിരുന്നു, അല്ലെ? മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത്. ചീഫ് സെക്രട്ടറി അക്കാര്യത്തിൽ ആരോപണ വിധേയനായപ്പോൾ ചീഫ് സെക്രട്ടറി ഇപ്പോഴും തുടരുന്നത് അദ്ദേഹം ജൂണിലാണ് വിരമിക്കാൻ പോകുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ റോൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചീഫ് സെക്രട്ടറി ആണോ അതോ മുഖ്യമന്ത്രി തന്നെയാണോ താല്പര്യം എടുത്തത് എന്നതിൽ മുഖ്യമന്ത്രി ഈ അടുത്ത സംരക്ഷണം അത് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് തെറ്റാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ആർക്കില്ല, മുഖ്യമന്ത്രിക്കില്ല. നേരത്തെ ആണെങ്കിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയനാണ്, വേറെ ഉദ്യോഗസ്ഥന്മാരെയൊന്നും ഇവർ നോക്കില്ല. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് ഇൻസിഡൻറ്റുകളുടെ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. ഒന്ന്, മുഖ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല, പുള്ളി ഒരു കഴിവില്ലാത്ത ആളാണ്, പകരം എന്താണ് അവിടെ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി ആണെന്നാണ്. ഇതേ വാചകം പറഞ്ഞുകൊണ്ട് ഇന്ന് മറുനാടൻ ഷാജൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ ഷാജൻ ചെയ്തത് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ നിയമനം മുഖ്യമന്ത്രി ചെയ്ത തെറ്റാണെന്ന് പറയുകയും ഇന്നിപ്പോൾ അതെല്ലാം തന്നെ ചീഫ് സെക്രട്ടറിയുടെ തലയിലേക്ക് വെക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം, ഈ എറണാകുളത്ത് ഒരു കുടിയൊഴിപ്പിക്കലിനെ ബന്ധിപ്പിച്ച് ഒരു പ്രശ്നമുണ്ടായപ്പോൾ തന്നെ അന്ന് ഇരുന്ന മീറ്റ് ദ എഡിറ്റേഴ്സിൽ സ്മൃതി പറഞ്ഞുകൊണ്ടിരുന്നൊരു വാചകവും അതുപോലെ മറ്റ് ഇതുപോലെയുള്ള ആളുകൾ മീഡിയക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാചകവും പ്രേക്ഷകർ ഓർക്കണം നിങ്ങൾ. കാരണം ഇതൊന്നും മന്ത്രിയുടെയോ പോലീസിൻ്റെയോ ഒന്നും കുറ്റമല്ല, പകരം ഇടതുപക്ഷത്ത് നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഗൂഢാലോചന നടത്തി ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. സുപ്രീം കോടതി ഓർഡറാണ്, നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വളച്ചൊടിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിളാണത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വ്യക്തിപരമായി ഇത്തരം വീഡിയോകൾ ചെയ്യരുത് എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ഒരു കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടാൽ, അരുണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടാൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരും എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്വീകരണമൊക്കെ ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അതിൽ മറുപടി നൽകുകയാണ് പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു അഭംഗിയുണ്ട്, രാഷ്ട്രീയ ശരികളും. ഓക്കെ, ഞാൻ ഈ അഭംഗിയിലാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്.
ഏറ്റവും ലാസ്റ്റ് നിർത്തുമ്പോൾ പോലും നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ, അതുവരെ നമുക്കൊന്ന് വിശ്രമിക്കാം. കാരണം അതിന് ശേഷം മതി വിമർശനം, അതിന് അദ്ദേഹം മറുപടി തരട്ടെ എന്നുള്ളത് കൂടിയാണ് പറയണത്. മെയ് 1-ാം തീയതി നിങ്ങൾ അറിയേണ്ടത് ഒരു സഫ്രോൺ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത്, അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് ഞാൻ വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയതും അതിൽ ചെന്ന് അദാനിയുടെ ഈ പറയുന്ന പോലെ ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജറെ അടക്കമുള്ള ആളുകളെ വലിയ ഉദ്യോഗസ്ഥനടക്കം കണ്ടതുമായി ബന്ധപ്പെട്ട് ഇതേവരെ ഒരു വിശദീകരണം നൽകാത്ത വി.ഡി. സതീശൻ ഇത് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ സഹിഷ്ണുതയോടുകൂടി സ്മൃതി പരുത്തിക്കാട് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ തിരഞ്ഞെടുപ്പ് വിധി മറ്റൊന്നായിരുന്നു എന്ന് കരുതി. പിണറായി വിജയനാണ് രത്തനിയു ഖേൽക്കറെ സെക്രട്ടറിയായി തീരുമാനിക്കുന്നത് എന്ന് കരുതുക. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശ ചുമതല ഉണ്ടായിരുന്ന അഭിഭാഷകനായ രാജു ബാബുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ AG ആയിട്ട് നിയമിക്കുന്നു എന്ന് കരുതുക. നമ്മൾ ഇതിനെ അഭംഗി എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? ഒരു ഔചിത്യക്കുറവ് എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിലെ ADGP ആയ MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന് വലിയ നരേറ്റീവ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ചർച്ചയാകുമ്പോൾ നമ്മളതിനെ അഭംഗി എന്ന് ലഘൂകരിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് അഭംഗിയല്ല, അത് ഔചിത്യക്കുറവുണ്ട് അതിന് പിന്നിൽ. പിന്നെ മാത്രമല്ല, നമ്മൾ ഒട്ടേറെ സംശയങ്ങൾ ഒരുമിച്ച് വെച്ചാൽ വലിയൊരു സംശയത്തിന്റെ പുകമറ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഓരോന്നോരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറുഭാഗത്ത് വാദിക്കേണ്ട ഒരു ഭാഗം അവിടെയുണ്ട്. ഒരു രത്തനിയു ഖേൽക്കറെ കുറിച്ച് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു കഴിവുള്ള ഒരു സിവിൽ സർവന്റ് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ആ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥനാണ്, കേരളത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കണ്ണൂർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ലാൻഡ്ലെസ് കണ്ണൂർ എന്നൊരു പ്രോജക്ട് വളരെ വൃത്തിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. IT സെക്രട്ടറി ആയിരുന്ന സമയത്താവട്ടെ, അതേപോലെ ടൂറിസം വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ കയ്യിൽ കൊടുത്ത വകുപ്പിനെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എഫിഷ്യന്റായ അഡ്മിനിസ്ട്രേറ്റർ ആണ് രത്തനിയു ഖേൽക്കർ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സംശയവുമില്ല. അതേപോലെ തന്നെയാണ് രാജു ബാബുവിന്റെ കാര്യത്തിൽ സീനിയർ അഭിഭാഷകൻ. കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കുറച്ചുകൂടി നീണ്ടതിന് ശേഷം ബാക്കിയുള്ള ഒരു ചെറിയ അതിന് എന്താ നൽകിയിരിക്കുന്ന വിശദീകരണം ഒഴുക്കൻ മറ്റുള്ള വിശദീകരണം. എന്റെ അച്ഛനെ ഓർമ്മിച്ചു, എന്റെ അമ്മയെ കൂടി ഓർമ്മിക്കണമെന്ന് എനിക്കുണ്ട്. ആ രേഖകളിലുള്ളതും V.D. സതീശൻ എന്ന് തന്നെയാണ്. ഇവിടെയാണ് റിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാ റിസൈൻ ചെയ്തത്? ഒരു ചെറിയ തർക്കത്തിന്റെ ഭാഗം കൂടി നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊരു ചോദ്യമല്ലേ? ആ പോസ്റ്റിൽ നിൽക്കുന്നു, ഒരു എതിരഭിപ്രായത്തിൽ രാജിവെച്ച ശരി, അദ്ദേഹം വിദഗ്ധനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് താല്പര്യം, അഭിപ്രായം വ്യത്യാസമുണ്ട്. ഭരണഘടനാ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം കൊച്ചി മെട്രോയുടെയും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെയും അഭിഭാഷകനായിരുന്നു. കൊച്ചി മെട്രോയുടെയും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ അഭിഭാഷകനായിരുന്നു. അത് പറയുമ്പോഴോ എങ്ങനെയാ നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നത്? ഇത് പിണറായി വിജയനാണ് നിയമനം നടത്തിയിരുന്നത്, എങ്ങനെ വ്യാഖ്യാനിക്കുക? പിണറായി വിജയൻ ജയിച്ചിട്ടില്ലല്ലോ. ജയിച്ച ഒന്നാമത്തെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ കാണിച്ച കള്ളത്തരത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്ന ദിവസം കൂടിയാണ്. സർക്കാരുമായി ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് എനിക്ക് വേണ്ടിയോ? MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് ഒരു സംശയത്തിൻ്റെ നിഴൽ പടർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനടക്കം അതിൽ വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൽ പിണറായി വിജയൻ വിശദീകരിച്ചോ എന്നുള്ളത് സ്മൃതി ചോദിക്കുന്നത് ശരിയല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അരുൺകുമാർ പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. സംസാരിക്കാൻ ഒരു ADGPയും ചുമതലപ്പെടുത്തുന്ന പതിവ് എനിക്കോ എന്റെ പാർട്ടിക്കോ ഇല്ല. വിശദീകരണം രക്ഷാപ്രവർത്തനം അദ്ദേഹം നടത്തിയത് എന്ത് ചോദ്യം? പല കേസുകളിലായി സർക്കാരിന് വേണ്ടി ചോദിക്കാതെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന, അദ്ദേഹം അത്രയും പിണറായി വിജയൻ കാണാൻ പോയി എന്നുള്ളതല്ല, പിണറായി വിജയൻ അങ്ങനെ ചുമതലപ്പെടുത്തി എന്നുള്ളത് തെളിവിന്റെ ഒരു കണിക. രണ്ടാമത്തെ കാര്യം വിളിച്ചിരുത്തി അദാനി കേരളത്തിലെ പാർട്ണർ എന്ന് പറഞ്ഞ മന്ത്രിമാരുടെ സർക്കാർ അദാനി പാർട്ണർ ഏത് പദ്ധതിയായാലും അദാനിയെ വിളിച്ചു വരുത്തിയവരാണ്. എയർപോർട്ടിൽ പറയുന്ന നേതാക്കളെ കണ്ടു എന്ന് പറഞ്ഞ ഒരു ആരോപണം ഒരിക്കലും അത് ദുർബലമായ വാദമാണ്. ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് V.D. സതീശൻ ഈ അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്ററെ കണ്ടത്? അല്ല, അത് V.D. സതീശൻ വിശദീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ
ഇവിടെയും ഞാനിത് മുഴുവൻ ഇനി കേൾപ്പിക്കുന്നില്ല നിങ്ങളോട്. ഇവിടെയും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അത് വി ഡി സതീശൻ വിശദീകരിക്കേണ്ട കാര്യമാണെന്ന് സ്മൃതി പറയുമ്പോൾ മുഖ്യമന്ത്രി ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് മെയ് 1-ാം തീയതി നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം. പക്ഷെ അതിനും മാധ്യമങ്ങൾക്ക് വിശദീകരണം വേണ്ട. ഇന്നിപ്പോൾ വളരെ കുറച്ച് ദിവസമല്ലേ കഴിച്ചിട്ടുള്ളൂ. മെയ് 25-ാം തീയതി ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 10-24 ദിവസമല്ലേ കഴിച്ചിട്ടുള്ളൂ അല്ലേ? ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 കൊല്ലം വരെ അദ്ദേഹത്തിന് ടൈം കൊടുക്കാം. പക്ഷെ എന്താ പറയുക,